ഹായ്, നമസ്കാരം. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? എല്ലാവർക്കും സുഖം തന്നെയല്ലേ? ഞങ്ങളിവിടെ സുഖമായിരിക്കുന്നു. കുറേ ദിവസമായില്ലേ നമ്മൾ കണ്ടിട്ട്? കുറേ ദിവസങ്ങളായി ഞാൻ വീഡിയോ ഇട്ടിട്ടും. ഇപ്പോൾ നാട് ദുബായ് എന്ന് പറയുന്നത് ഷട്ടിൽ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അച്ഛന് സുഖമില്ല, അത് കാരണം കുറച്ച് ബിസിയാണ്. മാത്രമല്ല സത്യം പറഞ്ഞാൽ വീഡിയോ ഇടാൻ തോന്നാറുമില്ല, അതാണ് വേറെ സത്യം. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല. നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഹെഡിങ് കണ്ടപ്പോൾ തന്നെ? നമ്മുടെ ഇന്നത്തെ ടോപ്പിക് B12. അപ്പോൾ B12നെ കുറിച്ച് ഞാൻ ഓൾറെഡി 2 വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുറച്ച് വർഷങ്ങൾക്ക് മുൻപാണ് ഞാൻ ആദ്യമായിട്ട് B12ന്റെ ഇഷ്യൂസ് ഫേസ് ചെയ്തപ്പോഴായിരുന്നു ആ 2 വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ആ വീഡിയോന്റെ താഴെ കമന്റ്സ് വരാറുണ്ട്, പേഴ്സണലി എനിക്ക് മെയിൽ വരാറുണ്ട്. അപ്പോൾ അത് ഒരുപാട് പേരെ ഇൻഫ്ലുവൻസ് ചെയ്തു എന്ന് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ വീണ്ടും അതിൻ്റെ ഒരു വിക്ടിം ആയപ്പോൾ B12ന്റെ ഒരു ഇഷ്യൂ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന്. കാരണം എന്നെ പോലെ ഇഷ്യൂസ് അനുഭവിക്കുന്നവർക്ക് അതൊരു യൂസ്ഫുൾ ആവുമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ ഞാൻ വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഞാൻ കാര്യത്തിലോട്ട് കടക്കാം. അതായത് സാധാരണ രീതിയിൽ എല്ലാ വർഷവും ഞാൻ B12ഉം Dയും അതായത് എല്ലാ വൈറ്റമിൻസും മിനറൽസും ടെസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ കുറച്ച് തിരക്കിലും വലിയ വെക്കേഷന് പോകുമ്പോഴാണ് ഞാൻ ലോങ് വെക്കേഷൻ നാട്ടിൽ പോകുമ്പോഴാണ് ഇതെല്ലാം ഞാൻ ടെസ്റ്റ് ചെയ്യാറുള്ളത്. പക്ഷെ ഇത്തവണ നാട്ടിൽ പോയപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. മാത്രമല്ല മൊത്തത്തിൽ തിരക്കിൽ പെട്ടുപോയി എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഡോക്ടർ പണ്ട് പറയാറുള്ള പോലെ തന്നെ വൈറ്റമിൻസിൻ്റെ B12ന്റെ സപ്ലിമെന്റ്സ് ഞാൻ കഴിക്കാറുണ്ട്. അതുപോലെ തന്നെ D സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ റെഗുലറായിട്ട് കഴിക്കുന്നത് കാരണം ഞാനത് അത്ര ശ്രദ്ധിച്ചില്ല. പക്ഷേ ഈ 3 മാസം സത്യം പറഞ്ഞ B12 ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്നാലും ഞാൻ വിചാരിച്ചു ഇത്രകാലം സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടല്ലോ, അതുകൊണ്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മുടെ ഹെൽത്തിൻ്റെ ഇമ്പോർട്ടൻസ് മാറ്റി വെച്ചിട്ട് അച്ഛനും ബാക്കിയുള്ളവർക്കും വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് സമയം സ്പെൻഡ് ചെയ്തപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ചാൽ എനിക്ക് പഴയതിനേക്കാളും കൂടുതൽ ഇഷ്യൂസ് വരാൻ തുടങ്ങി. അതായത് മെയിനായിട്ട് ഉള്ള ഈ പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വിരലുകളുണ്ടല്ലോ, ഈ ജോയിൻസ്, ഈ പ്രത്യേകിച്ചും ഈ വലത്തെ തള്ളവിരലിൻ്റെ ഇവിടെ നിന്നും എനിക്ക് മടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. എല്ലാ ജോയിൻസും പെയിൻ. മറ്റേതൊക്കെ എനിക്ക് വേദന വരുമ്പോൾ കൈയിൻ്റെ മുട്ടൊക്കെ ആയിരുന്നു. ഇത് വിരലുകൾ ഇങ്ങനെ മടക്കാൻ പറ്റാത്ത വേദന. ഞാൻ ഒടിഞ്ഞു പോയോ ഇനിയിപ്പോൾ ഉറക്കത്തിൽ അങ്ങനെയൊക്കെ ഞാൻ ചിന്തിച്ചു പോയി. കാരണം അതുപോലെ വേദന. ഓക്കെ, അപ്പോൾ ഞാൻ ഇടയ്ക്ക് പെയിൻ കില്ലർ എടുത്ത് കഴിക്കും. അപ്പോൾ ഒരിക്കലും വൈറ്റമിൻ B12 ആണ് ഇതിൻ്റെ ഇഷ്യൂ എന്ന് എനിക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അതിന് മരുന്ന് കഴിക്കും, എന്തെങ്കിലും വേദനയ്ക്കുള്ള മരുന്നെടുത്ത് കഴിക്കും, അത് വിടും. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഫീൽ ചെയ്യാൻ തുടങ്ങി വല്ലാത്ത ടെൻഷൻ എന്ന് പറഞ്ഞാൽ പാൽപിറ്റേഷൻ എന്ന് പറയില്ലേ, നെഞ്ചിങ്ങനെ കിടന്ന് ഇടിക്കാൻ തുടങ്ങും. അവർ ആവശ്യമില്ലാണ്ട്. അതായത് നമ്മൾ പറയില്ലേ നമുക്ക് ചെറിയ ടെൻഷൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നെഞ്ചിരിപ്പ് കൂടും, അങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ. പക്ഷെ യാതൊരുവിധ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ പോലും എനിക്കിങ്ങനെ നെഞ്ച് കിടന്ന് ഇടിക്കുക. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും കഷ്ടകാലം വരാൻ പോകുന്നുണ്ട്, എന്തെങ്കിലും ബാഡായിട്ട് സംഭവിക്കാൻ പോകുന്നുണ്ട്. നമ്മൾ അങ്ങനെയല്ലേ ചിന്തിക്കാം. അതൊന്നുമല്ല, എനിക്ക് കൊച്ച് എന്താ പറയുക ഒരു നെഗറ്റീവ് കാര്യങ്ങൾ പോലും കേൾക്കാൻ പറ്റില്ല. ഒരു എന്താ പറയുക ന്യൂസ്, അതായത് ഒരു വല്ല മരണ വാർത്തയോ ആക്സിഡൻറ്റിൻ്റെ വാർത്ത, അങ്ങനെ ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. ഒരുമാതിരി ഡിപ്രഷൻ അടിച്ച പോലെ ആയിപ്പോയി കുറച്ച് നാളുകൾ. അപ്പം ഞാൻ തന്നെ വിചാരിച്ചു ദൈവമേ എനിക്ക് എന്താ പറ്റിയത്, ഞാനിങ്ങനെയൊന്നും ആയിരുന്നില്ല. പിന്നെ വീഡിയോ ഇടാൻ തോന്നുന്നില്ല, കുക്കിംഗ് ചെയ്യാൻ നോർമലായി നമ്മുടെ വീട്ടിൽ കുക്കിംഗ് എന്നല്ലാതെ വേറെ ഒന്നും പുതിയതായിട്ട് എനിക്ക് എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ തോന്നുന്നില്ല. മൊത്തത്തിൽ ഞാനല്ലാത്ത പോലെ ഒരു രീതിയിലോട്ട് മാറിപ്പോയി. പിന്നെ വിഷൻ ബ്ലേഡ് ആവാൻ തുടങ്ങി. അതായത് എപ്പോഴും ഞാൻ പറയാറുള്ള പോലെ തന്നെ B12ന്റെ ഡെഫിഷ്യൻസി വരുമ്പോഴാണ് വിഷൻ ബ്ലേഡ് ആവുക. അതുപോലെ തന്നെ ഒരു എന്താ പറയുക ഒരാവശ്യമില്ലാത്ത വേണ്ടാത്ത ചിന്തകളും ഡിപ്രഷൻ, ശരിക്കും പറഞ്ഞാൽ ഡിപ്രഷൻ അതായിരുന്നു മെയിൻ റീസൺ. ഈ അതേപോലെ തന്നെ നമ്മുടെ കൈയിൻ്റെ വിരലുകൾ ഈ ഭയങ്കര പെയിൻ, മൊത്തം ശരീരം വേദന. അതിൽ മെയിൻ ഉള്ളത് ഈ കൈയിൻ്റെ വിരലുകളാണ്. നമുക്കിപ്പോൾ ഒരു പാത്രം കഴുകാൻ പറ്റില്ല, അരിയാൻ പറ്റില്ല, അങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെ ബുദ്ധിമുട്ടാണല്ലോ. പിന്നെ എനിക്ക് കൂടുതൽ ഇഷ്യൂ വരാൻ തുടങ്ങിയത് ഈ ചപ്പലില്ലാണ്ടെങ്കിൽ നടക്കാൻ പറ്റില്ല. ചപ്പലില്ലാണ്ട് നടന്നിട്ടുണ്ടെങ്കിൽ തരിപ്പ് കൂടുതൽ വരുന്ന, പിന്നെ സൂചി കുത്തുന്ന വേദന വരുമ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി B12 ആണ് വില്ല എന്നുള്ള കാര്യം. അതുപോലെ തന്നെ കുളിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഇങ്ങനെ കാലിങ്ങനെ വല്ലാണ്ട് തരിച്ച് ഞാനിങ്ങനെ സോപ്പ് തേക്കാൻ വേണ്ടി കാൽപാദത്തിൽ സോപ്പ് തേക്കാൻ നോക്കുമ്പോൾ ഭയങ്കരമായിട്ട് മഞ്ഞ കളറ്. ഞാൻ പേടിച്ചു, ഇതെന്താ സംഭവം ഇത്. അപ്പോൾ കുറച്ച് നേരം വീണ്ടും മുകളിലോട്ട് എന്താ പറയുക താഴോട്ട് വെച്ച് നോക്കുമ്പോഴാണ് ആ ഒരു എന്താ പറയുക മഞ്ഞ കളറ് നോർമൽ കളറിലോട്ട് പോയത്. പക്ഷെ സമയം എടുക്കുന്നുണ്ട്. നോർമലി നമുക്കിപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു മഞ്ഞ കളർ വരും, അത് പെട്ടെന്ന് തന്നെ ബ്ലഡ് വരും, അതങ്ങ് റെഗുലർ കളറായിട്ട് മാറും. പക്ഷെ എനിക്ക് സമയം എടുക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ മഞ്ഞപ്പിത്താണോ? പക്ഷെ മഞ്ഞപ്പിത്തത്തിൻ്റെ വേറെ ഇങ്ങനെ നമുക്ക് ലക്ഷണങ്ങളൊന്നും കാണുന്നില്ല. പിന്നെ എന്താണ് സംഭവം? അപ്പോൾ എനിക്ക് ടെൻഷൻ. 2 ദിവസം ഞാൻ നോക്കിയപ്പോഴും എൻ്റെ കാലിൻ്റെ മഞ്ഞപ്പ് ഇങ്ങനെ പ്രസ് ചെയ്ത് നടന്നു കഴിഞ്ഞാൽ പിന്നെ നോക്കുമ്പോൾ ഭയങ്കര മഞ്ഞ കളർ. അതുകൊണ്ട് ഞാൻ ഫോട്ടോ എടുത്തിട്ട് ഡോക്ടർക്ക് അയച്ചു കൊടുത്തു, നാട്ടിലെ ഡോക്ടർക്ക് അയച്ചു കൊടുത്തു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു നാട്ടിൽ വരുമ്പോൾ നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ വേദനകൾ കൂടുന്നു എന്നല്ലാതെ കുറവൊന്നും വരുന്നില്ലായിരുന്നു.
അപ്പോൾ നാട്ടിൽ പോകാനുള്ള സമയം ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ ഇവിടുത്തെ ഡോക്ടറെ അടുത്ത്, ഞാനിവിടെ സ്ഥിരം കാണുന്ന എൻ്റെ ജനറൽ ഫിസിഷ്യൻ്റെ അടുത്ത് പോയി. അപ്പോൾ ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളിക്കാരിക്ക് മനസ്സിലായി. അപ്പോൾ എന്നോട് പറഞ്ഞു, വീണ അത് B12 കുറവ് തന്നെയാന്ന് തോന്നുന്നു, നമുക്ക് ടെസ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞു. ബ്ലഡ് ടെസ്റ്റ് ചെയ്ത സമയത്ത് 100 ചില്ലാനേ ഉണ്ടായിരുന്നുള്ളൂ, 150 അത്ര സംതിങ് ലോ ആയിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വൈറ്റമിൻസ് സപ്ലിമെന്റ്സ് എടുക്കുന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, വീണയ്ക്ക് അറിയില്ല ഇത്ര കാലമായിട്ടും എനിക്ക് സപ്ലിമെന്റ്സ് എടുത്തിട്ട് കാര്യമൊന്നുമില്ല, അത് അബ്സോർപ്ഷൻ കുറവായിരുന്നു. പറയുമ്പോൾ എനിക്ക് ഗ്രേഡ് 1 ഫാറ്റി ലിവർ എന്ന് പറഞ്ഞ ഗ്രേഡ് 1 ഉള്ളൂ എങ്കിൽ പോലും എനിക്ക് എന്താണെന്നറിയില്ല, B12 അബ്സോർപ്ഷൻ കുറവാണ്. അപ്പോൾ സപ്ലിമെന്റ്സ് കാര്യമില്ല. അപ്പോൾ പുള്ളിക്കാരി എനിക്ക് ആസ് യൂഷ്വൽ ഇഞ്ചക്ഷൻ പ്രിസ്ക്രൈബ് ചെയ്തു. ഇഞ്ചക്ഷൻ 2 അടിച്ചപ്പോൾ തന്നെ ഞാൻ ഓക്കെ ആയി. എൻ്റെ വിരലിൻ്റെ വേദനയും പമ്പ കടന്നു, ആ മഞ്ഞക്കളറും മാറി, സകലവിധ പ്രശ്നങ്ങളും മാറി, ഈ നെഞ്ചിലത്തെ ഇടിപ്പും പാൽപിറ്റേഷനും മാറി, പ്രശ്നങ്ങളൊന്നുമില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഇത് നിങ്ങളുടെ അടുത്തൊന്ന് ഷെയർ ചെയ്യണം. കാരണം ഒരുപാട് പേര് ഇതേപോലെ ഇഷ്യൂ അനുഭവിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. നമ്മൾ ഈ കാര്യം പറയുമ്പോൾ നമ്മുടെ വീട്ടുകാർക്കും മനസ്സിലാവില്ല, നമ്മുടെ കൂട്ടുകാർക്കും മനസ്സിലാവില്ല, ഡോക്ടർമാർക്കും മനസ്സിലാവില്ല. അപ്പോൾ ഞാനിപ്പോൾ റീസെൻ്റ് ആയിട്ട് എൻ്റെ ഫ്രണ്ടിന് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്ന് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞു. പുള്ളിക്കാരി നാട്ടിൽ പോയി മീൻസ് ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞപ്പോൾ B12 ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പം ഡോക്ടർമാർക്ക് പോലും ആ ഒരു സീരിയസ്നെസ് അറിയുന്നില്ല. അപ്പം നിങ്ങൾ ചോദിക്കും ഡോക്ടർമാർക്ക് അറിയാത്തതാണോ നിങ്ങൾക്ക് അറിയാമെന്ന്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, പല കാര്യങ്ങളും ഡോക്ടർമാർക്ക് എല്ലാം അറിയാം, അല്ലാന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ നമ്മളാണ് അനുഭവിക്കുന്നത്. ചില കാര്യങ്ങൾ നമ്മൾക്കാണ് കൂടുതൽ അറിയാം. അതായത് രോഗം അനുഭവിക്കുന്നവർക്കാണ് അതിൻ്റെ വേദനയും ബുദ്ധിമുട്ടുകളും സിംറ്റംസും ഒക്കെ അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് ചോദിക്കുക, ഡോക്ടറെ എനിക്ക് B12 ഒന്ന് ടെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ D ഒന്ന് ടെസ്റ്റ് ചെയ്യണം. ഇപ്പോൾ D ഒക്കെ നാട്ടിലെല്ലാവരും ടെസ്റ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്, അതിൻ്റെ ഒരു വലിയ ഭാഗ്യം. പക്ഷേ B12 ഇപ്പോഴും ആ ഇമ്പോർട്ടൻസ് ആരും കൊടുത്തിട്ടില്ല. അപ്പോൾ ഇതൊരു വില്ലൻ തന്നെയാണ്. B12ഉം Dയും സിങ്കും കാൽഷ്യവും ഒക്കെ ഇന്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ വർഷത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾക്ക് പറ്റുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റുകളൊക്കെ ചെയ്യുക, വൈറ്റമിൻസ് മിനറൽസ് ഒക്കെ നോക്കുക. നിങ്ങൾ വിചാരിക്കുക ഇതൊന്നും ഇത്ര വലിയ, പക്ഷേ കൊച്ചു വൈറ്റമിൻസും കൊച്ചു മിനറൽസും ആണ് നമ്മുടെ ശരീരത്തിനെ ഒരു ബാലൻസ് ചെയ്ത് നിർത്തുന്നത്. എന്തെങ്കിലും ഒന്ന് കുറവ് വന്നു കഴിഞ്ഞാൽ തന്നെ തകിടം പറയും, നമ്മുടെ ബാലൻസ് മൊത്തം പോയി കിട്ടും. മുടി കൊഴിച്ചിലാണെങ്കിലും ഇതേപോലെ തന്നെ കാൽഷ്യത്തിന് കുറവ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് അറിയാലോ, നമുക്ക് ഓസ്റ്റിയോപൊറോസിസ് വരും. അതുപോലെ തന്നെ ഇത് പ്രശ്നങ്ങൾ ഇപ്പോൾ B12ഉം D എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞ ഈ സിംറ്റംസ് വരാം, മുടി കൊഴിച്ചിലും. അതുപോലെ തന്നെ നഖം ഭയങ്കരമായിട്ട് എനിക്ക് ലൈൻസ് വരാൻ തുടങ്ങി നഖത്തിലൊക്കെ. അപ്പോൾ അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് നമ്മൾ ഫേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിനൊന്ന് ലിസൺ ചെയ്യുക. നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും വേദനകൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം അതിന് ഇമ്പോർട്ടൻസ് കൊടുത്തൊന്ന് ലിസൺ ചെയ്യുക. എന്താണ് ശരീരം പറയാൻ ഉദ്ദേശിക്കുന്നത്, നമ്മുടെ സ്വന്തം ശരീരത്തിലൊന്ന് കേൾക്കാൻ മനസ്സ് കാണിക്കുക. നമ്മുടെയൊക്കെ ഇഷ്യൂ എന്ന് വെച്ചാൽ നമ്മുടെ മക്കൾക്കും നമ്മുടെ അച്ഛനും നമ്മുടെ അമ്മയ്ക്കും ഹസ്ബൻഡിനും വേണ്ടി കുറേ സമയം ചെലവഴിച്ച് അവരുടെ ഹെൽത്തിന് വേണ്ടി നമ്മൾ കുറേ സമയം ചെലവഴിക്കുന്നത്. അത് വേണമില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ചുമരുണ്ടെങ്കിൽ മാത്രമേ ചിത്രം എഴുതാൻ പറ്റുള്ളൂ. നമ്മളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്തു കൊടുക്കാനും അവരെ ഹെൽത്തിന് വേണ്ടി ഇരിക്കാനും പറ്റുള്ളൂ. അപ്പം ഞാൻ 100 വട്ടം പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷെ നമ്മൾ പറയെങ്കിലും നമ്മൾ പ്രവർത്തിക്കില്ല, അതാണ് വേറെ കാര്യം. അപ്പം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, ഇതേപോലത്തെ സിംറ്റംസ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കുണ്ടെങ്കിൽ, അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുന്ന സിംറ്റംസ് B12ന്റെ മാത്രമായിരിക്കണം എന്നില്ല കേട്ടോ. അത് ഒരു സിംറ്റം പല അസുഖങ്ങൾക്കും വരാം. ഇപ്പോൾ ഈ സിംറ്റം ഞാൻ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ ഗൂഗിൾ അടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ എന്ന് പറഞ്ഞാൽ ആൻസർ വന്നോന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ പേടിക്കരുത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊന്ന് ലിസൺ ചെയ്തിട്ട് ഗൂഗിളിലൊന്നും നോക്കാൻ നിൽക്കുകയേ വേണ്ട, ടെൻഷൻ കൂടിയേ ഉള്ളൂ. ഒന്ന് ഡോക്ടറെ അടുത്ത് പോയി കാണുക, നിങ്ങളുടെ സംശയങ്ങൾ ഡോക്ടറെ അടുത്ത് സംസാരിക്കുക. ഡോക്ടേഴ്സിനെ ചൂസ് ചെയ്യുമ്പോൾ നമ്മളെ കേൾക്കാൻ സമയമുള്ള ഡോക്ടേഴ്സിനെ ചൂസ് ചെയ്യാൻ പ്രത്യേകിച്ച് ശ്രദ്ധിക്കുക. ഒരുപാട് തിരക്കുള്ള ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അവരെ കുറ്റം പറയുകയല്ല, അവർക്ക് സമയമില്ല. അപ്പോൾ നമ്മുടെ ഈ കൊച്ചു കാര്യങ്ങൾ കേൾക്കാൻ ചിലപ്പോൾ അവർക്ക് സമയം ഉണ്ടായിന്ന് വരില്ല. അതായത് അവർക്ക് അത് ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നിയെന്ന് വരില്ല. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമുക്കിപ്പോൾ നമ്മളൊരു കൊച്ചു വിരലിലൊരു മുറിവുണ്ടെങ്കിൽ തന്നെ നമുക്കതൊരു വലുതാണ് അല്ലേ. പക്ഷെ ഡോക്ടേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അതിനേക്കാളും വലിയ അസുഖങ്ങളുള്ള പേഷ്യൻസിനെ അവർ ഡീൽ ചെയ്യുന്നത് കൊണ്ട് നമ്മുടെ ഈ കൊച്ചു മുറിവ് അവർക്കൊന്നും ആയിരിക്കില്ല. അപ്പോൾ നമ്മുടെ ശരീരത്തെ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ എനിക്ക് ഇപ്പോൾ ഞാൻ പിന്തിരിഞ്ഞ് നോക്കുമ്പോൾ എൻ്റെ അമ്മ എന്നോട് പറയാറുണ്ടായിരുന്നു പണ്ട്, മോളെ എനിക്കിങ്ങനെ വിരലുകളൊക്കെ ഭയങ്കര പെയിനാണ്, മറക്കാൻ പറ്റുന്നില്ല, ഭയങ്കര ചുട്ടുനീറ്റലാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ അമ്മ ഞാനിപ്പോൾ പറഞ്ഞ സിംറ്റംസ് ഒക്കെ പണ്ട് പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് ഞാൻ ചെറുതായിരുന്നു, എനിക്കിതിനുള്ള അറിവുണ്ടായിരുന്നില്ല. അപ്പോൾ പല ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുമ്പോൾ എന്ത് ചെയ്യും, അവർ വല്ല പെയിൻ കില്ലറും കൊടുക്കും. എനിക്ക് ഓർമ്മയുണ്ട്, മറ്റേ അൾട്രാസെറ്റ് എന്നുള്ളൊരു പെയിൻ കില്ലറാണ് പണ്ട് സ്ഥിരം ഡോക്ടർ കൊടുത്തിരുന്നത്. എന്നിട്ട് ഞങ്ങൾ ആസ്റ്ററിൽ പോയപ്പോൾ ഡോക്ടർ ചീത്ത പറഞ്ഞത്, എന്തിന് ഇത്രയും ഹെവി ഡോസുള്ള പെയിൻ കില്ലർ കഴിക്കുന്നത് പറഞ്ഞാൽ അമ്മയുടെ അടുത്തുനിന്ന് ആ പെയിൻ കില്ലർ ആ പ്രിസ്ക്രിപ്ഷനെ വെട്ടിക്കളഞ്ഞു.
കുറച്ച് കാര്യത്തിനാണെങ്കിൽ ആവശ്യമില്ലാത്ത പെയിൻ കില്ലേഴ്സ് ഒക്കെ പലരും തരുന്നുണ്ട്. അപ്പോൾ റീസൺസ് അറിയാണ്ട് നമ്മൾ പെയിൻ കില്ലർ കഴിക്കരുത്. തീർച്ചയായിട്ടും നമ്മൾ ചിലപ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റാണ്ടാവുമ്പോൾ ഒരു പെയിൻ കില്ലർ 2 പെയിൻ കില്ലർ കഴിക്കുന്ന പോലെയല്ലല്ലോ സ്ഥിരം ഇത് കഴിക്കുന്നത്. അപ്പോൾ ഒരു B12 ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കും ചിലപ്പോൾ നമുക്ക് ഇത്രമാത്രം പെയിൻ വരുന്നത്. അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങൾ ഞാൻ കൂടുതൽ സംസാരിച്ച് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ B12 സൂക്ഷിക്കുക, വൈറ്റമിൻ D സൂക്ഷിക്കുക, കാൽഷ്യത്തിന് സൂക്ഷിക്കുക, സിങ്കിനെ സൂക്ഷിക്കുക, എല്ലാത്തിനെയും സൂക്ഷിക്കുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം. താങ്ക്